കോതമംഗലം രൂപത പാസ്റ്റർ കൗൺസിലിൻ്റെ യോഗം ഇന്ന് നടക്കുന്ന അവസരത്തിൽ ഇവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി. പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം, സഭാ വിശ്വാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ എങ്ങനെ ആത്മീയമായിട്ടുള്ള ഉണർവോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ കുട്ടികളും യുവജനങ്ങളും നേരിടുന്ന പ്രശ്നമാണ്. അത് ലഹരി വസ്തുക്കൾ ഉപയോഗം മൂലം ജനങ്ങളുടെ സാധാരണ ജീവിതം, അല്ലെങ്കിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും സാധാരണ ജീവിതം പോലും അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അത് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിശ്വാസം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും സമഗ്ര വ്യക്തിത്വ വളർച്ചയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സമഗ്ര വ്യക്തിത്വ വളർച്ചയിൽ വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യമാണ് മദ്യവും മയക്കുമരുന്നും എന്നുള്ളത്. അപ്പം അത് കുട്ടികളിലും യുവജനങ്ങളും ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നതാണോ അതെയോ സൈലന്റ് ആയിട്ട് അതിനെ സമ്മതിക്കുന്നതാണെന്ന് അറിയില്ല. ഏതായാലും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളൊന്നും ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കാണുന്നില്ല. മദ്യം ഒഴുക്കാനായിട്ട് ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ട്. ലഹരി വസ്തുക്കൾ തടയുവാനായിട്ട് വല്ലപ്പോഴൊക്കെ റെയ്ഡ് നടത്തുന്നല്ലാതെ ഫലപ്രദമായിട്ട് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾ എപ്രകാരം അവരിതിൽ സുരക്ഷിതരാണ് എന്നുള്ളത് മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യം അത് മനസ്സിലാക്കി അതിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ രൂപതയിലെ പ്രോ ലൈഫ് അപ്പോസ്റ്റലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിന്റെ സെക്രട്ടറി, സിറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോയ്സ് മുക്കുളം ഒരു ഒറ്റയാൻ എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിലൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായി. അദ്ദേഹം ഒരു ബൈക്കില് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, കുട്ടികളെ ബാധിക്കുന്നു, സമൂഹത്തെ ബാധിക്കുന്നു ബോധവൽക്കരണം നടത്തുവാനായിട്ട് ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയുടെ ഫലം അനേകം പേര് ഇത് കാണുകയും അതൊരു മാജീഷ്യന്റെ ഒരു വേഷവിധാനത്തിലാണ് അദ്ദേഹം പോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കും. കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം മാരകമായിട്ടുള്ള അവസ്ഥയാണ് കുട്ടികൾ നേരിടുന്നുള്ളത്. അതുപോലെ തന്നെ ഇത് കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടും കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായി ഇതിനെ കുട്ടികളെ ഇതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റും സമൂഹവും നാടും എല്ലാം ഉണർന്നെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം വിജയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നാടിന് ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകുകയുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത പ്രധാന വിഷയം വന്യജീവികളുടെ ആക്രമണം മൂലം ഈ നാട് നേരിടുന്ന വലിയ പ്രശ്നമാണ്. അനേകം ജനങ്ങൾ ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ചിലരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ജീവനാംശങ്ങൾ നഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്. ഈ രൂപതാതലത്തിൽ നിന്ന് അനേകം പേർക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതിന് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ധീരമായ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി അളമുട്ടിയാൽ എന്താ പറയുന്നത്, ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവര് ചിലർ പ്രതികരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തില് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ വന്യജീവികൾക്ക് വനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇത് സാധിക്കാതെ താൽക്കാലികമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് പറ്റില്ല. 5 ലക്ഷം രൂപ കൊടുത്തു, 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ കാര്യമില്ല. അതല്ല പ്രശ്നം. നമുക്ക് ഈ ജനങ്ങൾക്ക് ജീവിക്കുവാൻ, സുരക്ഷിതമായി ജീവിക്കുവാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യണം. അതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും സഹകരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. സഭ അതിനെല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു.
അതിനുള്ള സജ്ജീകരണങ്ങൾ, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഈ പാസ്റ്റൽ കൗൺസിലിൽ തീരുമാനം എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വലിയ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുവാനായിട്ട് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകളും ഇതോടൊപ്പം നടത്തുന്നു എന്നുള്ളത് ആണ് ഞങ്ങൾ ഇവിടെ പാസ്റ്റൽ കൗൺസിലിൽ തീരുമാനിച്ച കാര്യങ്ങൾ. കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഭാവിയും സമൂഹത്തിന്റെ ക്രമസമാധാനവും തകർക്കുന്ന ലഹരി വ്യാപനം തടയാൻ അടിയന്തര ശ്രദ്ധയും നടപടികളും ആവശ്യമാണെന്ന് കോതമംഗലം രൂപത പാസ്റ്റൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. ബോധവൽക്കരണത്തോടൊപ്പം കർശനമായ നിയമ നടപടികളും ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് യോഗം വിലയിരുത്തി. JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് കാലതാമസം കൂടാതെ പ്രസിദ്ധീകരിച്ച് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഗുരുതരമായ ആശങ്കകൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും വന്യമൃഗശല്യം പരിഹരിക്കുന്ന കാര്യത്തിൽ സർക്കാരുകൾ കാണിക്കുന്ന അലംഭാവവും പാസ്റ്റൽ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഇക്കാര്യങ്ങളിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കുകയും ചെയ്തു. ആഗോള കത്തോലിക്ക സഭ ഈ വർഷം ജൂബിലി വർഷമായി ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ രൂപതയുടെ നേതൃത്വത്തിൽ ഇടവകകളിലും കുടുംബങ്ങളിലും നടപ്പിൽ വരുത്തേണ്ട കർമ്മ പദ്ധതികൾ വിശദമായി പാസ്റ്റൽ കൗൺസിൽ അവതരിപ്പിച്ചു. പോർച്ചുഗലിലെ ലിസ്ബൺ യൂണിവേഴ്സിറ്റിയുടെ സവിശേഷ അക്കാദമിക അംഗീകാരത്തിന് അർഹനായ രൂപത വികാരി ജനറലും ദേശീയ തലത്തിൽ ശ്രദ്ധേയ ചരിത്രകാരനുമായ മോൺസിഞ്ഞർ പയസ് മല്ലിക്കണ്ടത്തിൽ, മംഗലപ്പുഴ സെമിനാരി റെക്ടറായി നിയമിതനായ ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ, KLM സംസ്ഥാന ഡയറക്ടറായി നിയമിതനായ ഫാദർ സെബാസ്റ്റ്യൻ വലിയ താഴത്ത്, സീറോ മലബാർ പ്രോലൈഫ് അപ്പോസ്തലേറ്റ് സെക്രട്ടറിയായി നിയമിതനായ ശ്രീ ജോയ്സ് മുക്കടം എന്നിവരെ പാസ്റ്റൽ കൗൺസിൽ ആദരിച്ചു. ബിഷപ്പ് എമറിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാസ്റ്റൽ കൗൺസിൽ യോഗത്തിൽ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. ഷീക്കന ന്യൂസ്, കൊച്ചി.